പെരുന്നാളിന് നാട്ടിലേക്ക് വന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ചങ്ക് ബ്രോ എന്നല്ല മെസ്സേജ് പറഞ്ഞത്. നാളെ നമ്മളെ കടയിലേക്ക് പോട്ടോ, ഗംഭീര പരിപാടി ഉണ്ട്. എന്തായാലും അവർ പറഞ്ഞല്ലേ, പോയില്ലെങ്കിൽ മോശമാണ്. അപ്പോൾ നമ്മൾ ചങ്കുകളേക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നട്ടോ. നമ്മളെല്ലാം മുത്തുമണീസും ഉണ്ട്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത ടീംസാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇത് നമ്മളെ ചങ്ക്, ഇത് ഇർഷാദാണ്. പിന്നെ അത് നമ്മളെ ബാസി, സയ്യൂഫ്, പിന്നെ അതാ നമ്മളെ സന്ദീപേട്ടൻ, ഇതാണ് ഓണർ കടൻ്റെ സന്ദീപേട്ടൻ. പിന്നെ അതാ നമ്മളെ സാഹദ്, പിന്നെ നമ്മൾ ജവാദിക്ക, ഇവരെല്ലാവരും ഉണ്ട്. ഈ മുതലിനെ കണ്ടിട്ടോ, അവൻ്റെ മുടിയുണ്ടല്ലേ എന്താ ലുക്കിലെ. അങ്ങനെ എല്ലാവരും വന്നൊന്ന് കണ്ട് ഇവരെ കൂടെ ഒരു ഫുഡൊക്കെ അടിക്കാൻ വേണ്ടി വന്നാട്ടോ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത ടീംസ്, എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. വേറെ എവിടെയില്ല നമ്മളെ സൗദി മുമ്പിൽ. ഉനൈസ് ഇവൻ്റെ വീട്ടിൽ നിന്നിട്ട് എല്ലാ കാര്യം സെറ്റാക്കി കൊണ്ടുവന്ന് ഉനൈസിൻ്റെ എത്താത്തുണ്ടാക്കിയ ഒരു ഐറ്റം സാധനം ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ തന്നത് എന്താ ടേസ്റ്റ് എന്നിട്ട് ഒരു രക്ഷയില്ലാത്ത മുതലാണ്. എന്തായാലും ഇത്താത്ത സംഭവം പൊളിയായിരുന്നു കേട്ടോ. ഫുഡും കാര്യങ്ങളൊന്നും രക്ഷയില്ല. ഇതൊക്കെ ഇവരെല്ലാവരും വീട്ടിൽ നിന്നും ഓരോ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്താണ് കേട്ടോ. എന്തായാലും പൊളി. റൈസും കാര്യങ്ങളും കറികളും ഒക്കെ കൊണ്ടുവന്നു. ഉനൈസാണെങ്കിലും ഇതുണ്ടല്ലേ, ഇതിങ്ങനെ ചേർന്ന് ഇത് തിന്നുമ്പോൾ ഒരു സുഖം തന്നെ. ബാസിൻ്റെ തട്ടുണ്ടല്ലേ, എന്താ തട്ടിലെ സാധകം കണ്ടില്ലേ, എന്തായാലും ഒരു രക്ഷയില്ലാത്ത ഫീൽ ചെയ്യുന്ന കേട്ടോ. ഇവരൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നാണ്, എന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാതെ ഞാനും ഇവരോട് കൂടി. എന്നാലും പൊളി ടേസ്റ്റ് ആണ് ഫുഡ്. ഇങ്ങനെ അല്ലെങ്കിലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ കൂട്ടം കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് കണ്ടില്ലേ, ഇത് കുലിക്കുന്നുണ്ടല്ലേ, അതുകൊണ്ട് എത്താത്ത ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ആരെ നമ്മൾ ഉനൈസിൻ്റെ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു, പൊളിയായിരുന്നു. ഇവരെ കൂടെ കൂടി ഇപ്പോൾ പെരുന്നാളൊരു വൈബായിട്ടോ.